ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പാനിലേക്ക് ഒരു കപ്പ് സോൾട്ട് ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലിഡ് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്നിൽ കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ കൂടി ഒന്ന് തൂവി കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ എടുക്കാം. ഇനി ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കാം. അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ കുറച്ച് സോൾട്ട്, ഒരു പിഞ്ച് സോൾട്ട് കൂടി ചേർക്കാം. ഇനി 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 പ്രാവശ്യമായിട്ടിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതിലുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം നല്ലപോലെ മിക്സായി കിട്ടാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ലപോലെ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യാനെടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ കേക്ക് പെർഫെക്റ്റായിട്ട് വരില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിടാതെ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആവുമ്പോൾ ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂണ് വനില എസൻസ് ചേർക്കാം. എന്നിട്ട് വീണ്ടും പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റായിട്ട് വരും. ഇനി ഒരു സ്പൂണോ സ്പാച്ചുലയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലംസ് ഒന്നും ഇല്ലാതെ നമ്മുടെ കേക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്നതാണ്. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മളെ ബാറ്റർ ഇരിക്കേണ്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഇത് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആവുന്നതിന് മുമ്പ് ഇത് തുറന്ന് നോക്കാൻ പാടില്ല. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ബേക്കായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. കണ്ടില്ലേ, കേക്ക് നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ കണ്ടില്ലേ, കേക്ക് നല്ലപോലെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി ഇത് ഒരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ പൊടിഞ്ഞു പോവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് 1 ടേബിൾ സ്പൂണ് ചോപ്പ്ഡ് ചെറീസ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയും അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളവും ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂണ് വനില എസൻസ് കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം മാത്രമാണ് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ക്രീം. ഇതിപ്പോൾ താഴേക്ക് വീഴൊന്നുമില്ല, ആ രീതിയിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചില്ലേ കേക്ക്, ഇനിയിപ്പോൾ അതിനൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് ഇത് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 1 ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ ഏറ്റവും ടോപ്പിലുള്ള ആ ഭാഗമാണ് ഏറ്റവും അടിയിൽ ലെയറായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച സിറപ്പ് ഇതിലേക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കേക്ക് നല്ല മോയിസ്റ്റായിട്ടിരിക്കും. ഇനി വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോപ്പ്ഡ് ചെറീസ് വിതറി കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ കൂടി നമുക്കിതിലേക്ക് വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ കേക്കൊക്കെ. ഇനി ചോപ്പ്ഡ് ചെറീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയറും വയ്ക്കാം. ഇനിയിപ്പോൾ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം എല്ലായിടത്തും നമ്മുടെ ഈ കേക്ക് മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നത് പോലെ ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ വിട്ടുപോയിട്ടുണ്ട്, അത് കിട്ടിയില്ല. അപ്പോൾ ഞാനിത് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സ്പൂണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് ഞാനൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്പൂൺ കൊണ്ട് എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ. അതുപോലെ തന്നെയാണ് ഞാൻ ഇതിലും ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഡാർക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ ഓരോ ഫ്ലവറിലും നമുക്ക് ഓരോ ചെറീസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതൊരു 4-5 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രീമും എല്ലാം കൂടി നല്ലപോലെ സെറ്റായി കിട്ടും. അങ്ങനെയാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്ററായിരിക്കും. ഇപ്പോൾ ഞാൻ 5 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് സെറ്റായൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡെക്കറേറ്റിംഗ് ടൂൾസോ അല്ലെങ്കിൽ ഓവനോ അതുപോലെ തന്നെ നമ്മുടെ കേക്ക്
വെക്കാനുള്ള പാത്രം അങ്ങനെ വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.